തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ചരിത്രപ്രസിദ്ധമായ ആനയൂട്ടിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ആനയൂട്ട് ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ആളുകൾ ആനയ്ക്ക് ഭക്ഷണം നൽകുന്ന തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടിയാണെന്ന് തോന്നുന്നു. ആനയ്ക്ക് പിടിയാനയ്ക്ക് ഭക്ഷണം നൽകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാനു, വിശദാംശങ്ങൾ. പ്രജിത്തെ, എന്തായാലും ഈ കർക്കിടക പുലരിയിലെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആനയൂട്ട് ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ മേൽശാന്തി പയ്യപ്പള്ളി ദാമോദരൻ നമ്പൂതിരി തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടിക്ക് ആദ്യത്തെ ഉരുള നൽകുകയാണ്. ഈ ആദ്യത്തെ ഉരുള നൽകുന്നതോടുകൂടിയാണ് ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആനയൂട്ട് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഈ ആനയ്ക്ക് നൽകുന്നു. ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ ഈ മുറ്റം മുഴുവൻ ആനകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. 50ഓളം ആനകളാണ്, പിടിയാനകളും അതേപോലെ തന്നെ കൊമ്പനാനകളും അടക്കം 50ഓളം ആനകളാണ് ഈ ക്ഷേത്രത്തിന്റെ വടക്കുന്നാഥന്റെ സന്നിധിയിൽ നിരന്നിട്ടുള്ളത്. ഈ ആനകൾക്കെല്ലാം പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഔഷധക്കൂട്ടുകൾ ഈ ആനകൾക്കെല്ലാം നൽകും. ഈ ചടങ്ങില് ദേവസ്വം ഭാരവാഹികൾ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു രാവിലെ, അതായത് ഇന്ന് രാവിലെ കർക്കിടക പുലരിയിൽ നടത്തിയിട്ടുള്ള അഷ്ടദ്രവ്യങ്ങൾ ശേഷമാണ് ഈ ചടങ്ങുകളൊക്കെ ഔദ്യോഗികമായിട്ട് തുടക്കമായത്. ആയുർവേദ വിധി പ്രകാരം അനുശാസിക്കുന്ന ആ കൂട്ടുകൾ പ്രത്യേക ആനകളുടെ പിന്നിൽ നിന്നും എല്ലാ ഭക്തജനങ്ങളും മാറി നൽകുകയാണ്. ഈ ഊട്ട് നൽകിയതിനു ശേഷം ഇനി വരുന്ന ഈ കർക്കിടക മാസത്തിലെ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലും ആനകൾക്ക് ഇത്തരത്തിലുള്ള ഔഷധക്കൂട്ടുകൾ, പ്രത്യേക ഔഷധക്കൂട്ടുകൾ അടങ്ങിയ ഒരു ചടങ്ങിലൂടെ സമൂഹത്തിന് മുന്നിൽ ഈ ഒരു ചടങ്ങ് വെക്കുന്നത് തന്നെ മനുഷ്യർക്ക് എങ്ങനെയാണോ ഈ ഒരു കർക്കിടക മാസത്തിൽ ആയുർവേദ ചികിത്സ നൽകുന്നത്, അതേ വിധിപ്രകാരം ആനകൾക്കും മറ്റു മൃഗാദികൾക്കുമൊക്കെ ഇതുപോലൊക്കെ സുഖ ചികിത്സ ആവശ്യമാണ് എന്നൊരു സന്ദേശം കൂടിയാണ് ഈ ഒരു ചടങ്ങിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും വലിയ മഴയാണ് തൃശ്ശൂരിലുള്ളത്. ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് നിരവധി ഭക്തരാണ് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ക്ഷേത്ര മൈതാനം മുഴുവൻ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത്രയ്ക്കും വലിയ കോരിച്ചൊരിയുന്ന മഴയാണ്. ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള, ചരിത്ര പ്രാധാന്യമുള്ള വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഏറ്റവും ഏറെ ശ്രദ്ധയോടുകൂടി നടത്താറുള്ള, ഏറ്റവും ചികിത്സാ വിധിപ്രകാരം നടത്താറുള്ള ചടങ്ങുകളിലേക്ക് നൂറുകണക്കിന് ഭക്തരും എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ചടങ്ങ് പൂർത്തിയാക്കിയതിന് ശേഷം ഈ ഊട്ട് നൽകുന്ന ആനകൾ ഓരോന്നായി പുറത്തേക്ക് പോവുകയാണ്. ഈ ഊട്ട് കഴിക്കുന്നതിന് ശേഷം, നൽകിയതിന് ശേഷം ഓരോ ആനകളെയും കൃത്യമായിട്ട് പുറത്തേക്ക് പുറത്തേക്ക് ഓടിച്ചു. കാരണം അത്രയധികം ആളുകൾ ഒന്നിച്ച് തമ്പടിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടിയാണ് ഈ ചടങ്ങ് നടത്തുന്നത്. ആനകൾ അത്രയധികം, അതായത് 50ഓളം ആനകൾ ഒരേ വേദിയിൽ സംഗമിക്കുന്നു എന്നൊരു പ്രത്യേകതയുമുണ്ട്. സാധാരണ തൃശ്ശൂർ പൂരത്തിനാണ് ഇത്രയും അധികം ആനകളൊക്കെ ഒന്നിച്ച് ഒരേ സ്ഥലത്തെത്താറുള്ളത്. അത് മൈതാനത്തിന്റെ, വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ മൈതാനത്തിന്റെ ഇരുഭാഗങ്ങളിലുമായിട്ടാണ് ആനകൾ അണിനിരക്കാറുള്ളതെങ്കിൽ ഈ ഒരു ആനയൂട്ടിന് അങ്ങനെയല്ല. ആനകളെല്ലാം ഒരേ വേദിയിൽ, ഒരേ സ്ഥലത്ത്, ഒരേ സമയത്ത് സംഗമിച്ചുകൊണ്ടാണ് ഈ ഒരു ചടങ്ങിൽ ഭാഗമാകുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ സുരക്ഷാ ക്രമീകരണങ്ങളും ഇതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക ബാരിക്കേഡുകളൊക്കെ നിർമ്മിച്ചുകൊണ്ട് ആ ബാരിക്കേഡുകൾക്ക് പുറത്ത് ആണ് ഈ ഒരു ചടങ്ങിൽ പങ്കാളികളാവാൻ എത്തിയിരിക്കുന്ന ആളുകളെയൊക്കെ നിർത്തിയിട്ടുള്ളത്. അങ്ങനെ വളരെ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി ചരിത്ര പ്രാധാന്യമുള്ള ആയുർവേദ ചിട്ടവട്ടങ്ങൾ അനുശാസിക്കുന്ന തരത്തിലുള്ള ഒരു ആനയൂട്ടാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രജിത്ത്. ഓക്കെ, സാനുവാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ആനകൾക്കും ആനപ്രേമികൾക്കും ആനക്കാര്യങ്ങൾക്കും ഒക്കെ ഒരു തലസ്ഥാനമുണ്ടെങ്കിൽ അത് തൃശ്ശൂരാണ്. ആ തൃശ്ശൂരിൽ അവിടുത്തെ ജീവിതത്തിൻ്റെയും അവിടുത്തെ സംസ്കാരത്തിൻ്റെയും ഒക്കെ പാരമ്പര്യമായി ആനകൾ എങ്ങനെ ഇഴുകിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് കൂടി തെളിയിക്കുന്നതാണ് ഈ ആനയൂട്ട് ചടങ്ങുകൾ.